ശിഖ നോക്കട്ടെ നോക്കട്ടെ. ഹലോ നോക്കട്ടെ. നോക്കട്ടെ ശിഖ ഷെയ്യാക്കൊരു മുറുക്ക്. ഷെയ്ക്ക് മുറുക്ക് താത്താക്ക് മുറുക്ക്. കറക്ക് വട്ടക്കറക്ക്. ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഓണം വൈബ് വീഡിയോസ് ആയിട്ടാട്ടോ വന്നിരിക്കണേ. അപ്പം ഇന്ന് ഒന്നാം ഓണായതുകൊണ്ട് കുട്ടീസിനൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് പട്ടുപ്പാവടയൊക്കെ ഇട്ട ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചുട്ടാ. അപ്പം ഇതാ കുട്ടീസിന് അടിച്ചു തന്നാട്ടോ പട്ടുപ്പാവാട. ഹനിയാക്ക് അതും ഷെയ്ക്കാക്ക് ഫ്രോക്ക് പോലെ ആയിരുന്നു കേട്ടോ. അപ്പം അതാ രണ്ടാളിനെയും ഡ്രസ്സൊക്കെ മാറ്റി അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഹാനിയാക്ക് നല്ല ഇഷ്ടമാട്ടോ ഒരുങ്ങാൻ. ആൾ ഭയങ്കര ഹാപ്പിയായി. പക്ഷെ ഷെയ്ക്കൊക്കെ ഒരുങ്ങാൻ തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പം അതാ ഹാനിയ പുറത്ത് പോയി ഫോട്ടോ എടുക്കാൻ പറയാം. കാരണം പുറത്ത് നിന്നാകുമ്പോൾ കുറച്ചുകൂടി നല്ല കളർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാ നമ്മൾ പുറത്തേക്ക് വന്നിട്ട് കുട്ടീസിന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ നിൽക്കുക കേട്ടോ. ഷെയ്ഖ് മോൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ആൾക്കിങ്ങനെ ഒന്നും ഇട്ടെടുക്കാത്തതുകൊണ്ട് ഗോൾഡും അങ്ങനത്തെ ഗോൾഡ് എന്നല്ല, പൊതുവേ ആൾക്ക് ഓർണമെൻറ്റ്സ് ഒന്നും യൂസ് ആക്കാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. മാലയൊക്കെ കണക്കിട്ടാനുണ്ട്. കണ്ണടക്ക് നടക്കി. അപ്പോൾ ഇതാ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പുറത്തിങ്ങനെ നിൽക്കുക കേട്ടോ. ഷെയ്ഖ് മോള് ഹാനി ഷൂ ഇട്ടിട്ടില്ല, അപ്പോൾ അത് എടുത്ത് കൊടുക്കുകയാണ്. ഷെയ്ഖ് മോള് തീരെ അയക്കണില്ല കേട്ടോ ഫോട്ടോസൊന്നും എടുക്കാൻ. ഭയങ്കര എന്നെ ബുദ്ധിമുട്ടിച്ചു, കാരണം അവൾക്ക് ഇഷ്ടമേ ഇല്ല. ഹാനി അതിൻ്റെ ഇടയിൽ കൂടെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് നോണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ പിച്ചിട്ടൊക്കെ ഇന്നൊരാശ്വാസമാണ്. പിന്നെ ഞാൻ അതിൽ തന്നെ വെക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഇതാ ഷെയ്ഖ് മോൾ ഒരു ഫോട്ടോയും നേരെ എടുക്കാൻ ഇഷ്ടമില്ല. എങ്ങനെയൊക്കെ പിടിച്ച് വലിച്ചാക്കുമ്പോൾ അവൾ ഓടുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഷെയ്ഖ് ഇവിടെ സ്വിച്ചിൽ കളിക്കുക കേട്ടോ. അതാണ് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും കൂടി ബുദ്ധിമുട്ട്. പിന്നെ ഇതാ ഞാൻ വോയിസ് കൊടുക്കേണ്ട വെച്ചു, കാരണം ആ വീഡിയോ അങ്ങനത്തേന് ഇടാൻ വെച്ചാൽ കല്ലിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ അതിൻ്റെ ഒരു കരകരാ സൗണ്ട് എനിക്ക് തന്നെ ചെവി അങ്ങോട്ട് പ്രാന്താവട്ടെ. അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ ആക്കിയത്. പിന്നെ ഇതാ കുട്ടീസിൻ്റെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട്. പിന്നെ മാലയും വളയും ഒക്കെ നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും മേടിക്കേണ്ടി വന്നില്ല. പിന്നെ ഇതാ അങ്ങനെ ഇങ്ങനെ നടന്നിട്ട് ഓടിയിട്ടൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരുക്കിയ സ്ഥിതിക്ക് ഒന്ന് നമുക്കിഷ്ടമുള്ള പോലെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കിട്ടിയാലുള്ളൊരു ആശ്വാസം. പിന്നെ ഷെയ്ഖ് മോൾക്ക് വള താത്ത ഡ്രസ്സ് കൊണ്ടുവരുമ്പോൾ തന്നെ കൊണ്ടുവന്ന കേട്ടോ. അവളുടെ ഇളയിച്ചിയുടെ കുട്ടികൾക്ക് മേടിച്ചപ്പോൾ അങ്ങനെ ഷിയാക്കും മേടിച്ചാണ്. പിന്നെ ഹാനിയാക്ക് വള ക്ലിബ് എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കുട്ടീസിനൊക്കെ ഒരുക്കി പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ പിന്നെ മാറ്റി. പിന്നെ ഞാൻ കുളിച്ച് ഇൻ്റെ മാറ്റിലൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഞങ്ങൾ പുറത്ത് പോകണേ. പിന്നെ കുട്ടീസിന് ഇൻ്റെ മാറ്റിൽ കഴിഞ്ഞിട്ട് പിന്നെയും മാറ്റി കൊടുത്താട്ടോ ഡ്രസ്സൊക്കെ. അപ്പം അതാ നമ്മൾ പിഷാരഡീസിൽ സദ്യ കഴിക്കാൻ പോകുക കേട്ടോ. ഷൊർണ്ണൂരില്ലേ അവിടെ കേട്ടോ പിഷാരി. നമ്മളവിടെ സദ്യ കഴിക്കാണ്ട് പോകണം. അവിടെ വെറൈറ്റി സദ്യയിൽ വെറൈറ്റി കറികളൊക്കെ ഉണ്ട്, വന്നിട്ട് പോവാം കേട്ടോ. ഓണമായിട്ട് എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടെന്ന് റംഷി പറയണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സദ്യ അടിപൊളിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോകാൻ നിൽക്കുക കേട്ടോ. ഉപ്പ ഇമ്മയൊന്നും വന്നില്ല, അവർ വിളിച്ചപ്പോൾ വരുന്നില്ല പറഞ്ഞു. അപ്പം നമ്മൾ നാലാളും കൂടി കേട്ടോ പോണ്. അപ്പം റംഷി ഗേറ്റൊക്കെ അടക്കുകയാണ്. ഞാൻ അടക്കാൻ വന്നപ്പോൾ ഷെയ്ഖ് മോൾ കരയാണ് ഞാൻ ഇറങ്ങുമ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങിയില്ല. അപ്പം അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പൂക്കളുടെ ഷോപ്പൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, കളർഫുള്ളായിട്ട്. പിന്നെ നമ്മൾ ചെമ്മണ്ണൂർ ജ്വല്ലറിയില്ല അവിടെ എത്തിയപ്പോൾ ഒരു മാവേലിനെ കണ്ടു കേട്ടോ. ആദ്യമായിട്ട് കാണാണ് മാവേലിനെ ഇങ്ങനെ നേരിട്ട്.
അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോസ് എടുത്താട്ടാ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നന്നായി ഒരുക്കിയിട്ടുണ്ട്. ഭാവിയിലിനെ കാണാൻ തന്നെ ഒരു രസം. അപ്പോൾ ഞാൻ സൂം ആക്കിയതാട്ടാ വീഡിയോ. പിന്നെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ എത്തിയ ശേഷമുള്ള വീഡിയോ ആട്ടോ ഞാൻ പിന്നെ എടുത്തിങ്ങനെ. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്ക് കേട്ടോ. നമ്മുടെ വണ്ടി നിർത്താൻ പോലും സ്ഥലമല്ല, അമ്മാതിരി തിരക്ക്. അത് കണ്ടത് റംഷി പറഞ്ഞു നമുക്ക് തിരിച്ചു പോവാം, വേറെ എവിടെയെങ്കിലും പോവാന്ന്. പക്ഷേ ഇവിടുത്തെ ഫുഡിൻ്റെ റിവ്യൂ കേട്ടിട്ട് എനിക്ക് എന്തോ ഇവിടെ നിന്ന് തന്നെ കഴിച്ചാൽ മതി എന്ന് തോന്നി കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് തന്നെ കഴിക്കാൻ വെച്ചിട്ടാട്ടോ പിന്നെ അവിടെ തന്നെ ഇറങ്ങി. ഷെയ്ഖുമോള് പിന്നെ വണ്ടിയിൽ നിന്ന് ഉറങ്ങിയിട്ടോ. അപ്പോൾ പിന്നെ സുഖമായി സമാധാനത്തിൽ ഫുഡ് കഴിക്കാമല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ ഹാനിയുടെ ഐസ്ക്രീമിൻ്റെ വലിയൊരു ബോക്സ് കണ്ടു കേട്ടോ. അപ്പോൾ ആൾക്ക് സമാധാനം പോയി. അപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഓടുക കേട്ടോ. റംഷി എടുത്തിട്ട് വരും സീറ്റിൽ കൊണ്ടിരുത്തും. ഭയങ്കര തിരക്കാട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടെ റംഷി എന്നെ ഒരു വീഡിയോ എടുത്താണ് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്താട്ടോ. ഷെയ്ഖുമോള് നല്ല ഉറക്കുകയാണ്. അപ്പോൾ സുഖമായി ഫുഡ് കഴിക്കാതെ കൊണ്ടിരുന്നാൽ ഭയങ്കര തിരക്കാട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതാ കുട്ടീസിനൊക്കെ ആയിട്ടൊരു വീഡിയോ എടുത്താട്ടോ. ഷെയ്ഖുമോൾ ഉറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര സമാധാനം കേട്ടോ. ആനിമോൾ ഇതാ ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് സീറ്റ് സെറ്റായിട്ടില്ലാട്ടോ റംഷി മേടിച്ചു കൊടുത്ത്. കാരണം ചുമയൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ മേടിച്ചു കൊടുത്താൽ പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ പിന്നെയും വേണം പറഞ്ഞിട്ട് കാര്യം. കുറച്ച് തരുമോ, കുറച്ച് തരുമോ? കുറേ വെയിറ്റ് ചെയ്തിട്ടാട്ടോ നമുക്ക് സീറ്റ് കിട്ടിയത്. സീറ്റ് കിട്ടിയപ്പോഴേക്കും അവരൊന്ന് പറയണു എന്താ സദ്യയുടെ കറികളിൽ കുറച്ച് കഴിഞ്ഞിക്കണം, അപ്പോൾ അവരുടെ കിച്ചൺ വേറെ എവിടെയാണ്, അപ്പോൾ അത് എടുക്കാൻ പോയിക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു അടപ്രഥമൻ കൊണ്ടുവന്ന് തന്നു കേട്ടോ ഫസ്റ്റ് തന്നെ. അപ്പോൾ അതൊരു ഗ്ലാസ് കുടിച്ചു. പിന്നെ നമുക്ക് ഇല വന്നു. അപ്പോൾ ഹാനി ഐസ്ക്രീമൊക്കെ അവിടെ വെച്ചിട്ട് ആൾ വേഗം റംഷിൻ്റെ അടുത്തേക്ക് ചാടി കേട്ടോ. പപ്പടം കൂടെ കഴിക്കണം പറഞ്ഞിട്ട് അങ്ങനത്തെ അവിടെ പോയിന്ന് ആക്കട്ടാ. പിന്നെ എന്താ നമുക്ക് ഓരോ കറികളായിട്ട് വരുന്നുണ്ട്. മുട്ടക്കോസ് ഉപ്പേരി ഉണ്ട്. പിന്നെ എനിക്ക് ഇതവളുടെ പേരൊന്നും അറിയില്ല കേട്ടോ. കുറേ കറികളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാട്ടോ ഓരോന്ന് വരുന്നത്. കാരണം അവരും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല തിരക്കുണ്ട് കേട്ടോ. ഓണായിട്ടും നല്ല തിരക്കുണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ. ഒരുവിധം കുറേ പേരുണ്ട്. ആൾക്കാരൊക്കെ നമ്മുടെ അപ്പുറത്തെ സൈഡ് ഫുൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോഴായാലും ബുദ്ധിമുട്ട്. കാരണം ആൾക്കാരിങ്ങനെ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വേഗം ഒന്ന് ഇരുന്ന് എണീറ്റെങ്കിൽ ഇത് തോന്നിയിട്ടാ. പിന്നെ നമുക്ക് കറികളൊക്കെ വന്ന് ആസ്വദിച്ച് കഴിക്കണ്ടേ. പിന്നെ എന്താ ഓരോ കറികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതില്ല ഗൈസ്, എനിക്ക് പൊന്നേരി അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ആദ്യം വന്നത് പൊന്നേരിയുടെ ചോറാണ്. അപ്പോൾ എനിക്ക് വേണ്ട പറഞ്ഞിട്ട് അവർക്ക് ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഹാനിയൊക്കെ ഭയങ്കര വിഷമട്ടോ, എനിക്ക് ചോറില്ല പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് ജയരിയില്ലേ, അപ്പോൾ അത് മതി പറഞ്ഞിട്ട് പിന്നെ അത് കൊണ്ടുവന്നു. അവർ മതി പറയുമ്പോൾ പിന്നെയും ഇട്ടുകൊണ്ടിരുന്നു കേട്ടോ. അവന് മുഴുവനായിട്ടൊന്നും ഞാൻ കഴിച്ചില്ല, കാരണം കറികളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാർ വന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ സദ്യ. റംഷി അറിയാൻ കുഞ്ഞ് കഴിക്കണം അത്ര പോരാ. പിന്നെ സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് അവർ പോയിട്ടാ. പിന്നെ ഓരോ കറികളും മെല്ലെ വരുന്നത്, അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ്. കാരണം ഞാൻ മുഴുവനായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ 2 തരം പായസം വന്നു കേട്ടോ. അടപ്രഥമനും പഴത്തിൻ്റെ ഒരു പായസമായിരുന്നു കേട്ടോ വന്നത്. പിന്നെ ഇഞ്ചിപ്പുളിയും ഇതൊക്കെ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് ലാസ്റ്റ് കേട്ടോ അതൊക്കെ വന്ന്. പിന്നെ കുറച്ച് വറ്റലുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, ശർക്കര വരട്ടി, കായ വറ്റൽ, അങ്ങനത്തെ കയ്പ്പൊക്കെ വറ്റലോ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് വറ്റലുകൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് അതൊക്കെ തന്നു കേട്ടോ. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ആനിയാൻ്റെ പപ്പടം കഴിഞ്ഞിട്ട് ആനി പപ്പടം വേണം പറഞ്ഞിട്ട് അതൊരു കൊണ്ടുവന്നു കേട്ടോ. ഓരോ കറികളായിട്ട് കൊണ്ടുവരുന്നുണ്ട്. കറികളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ ഓർത്തുണ്ടെങ്കിൽ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടാട്ടോ കറികൾ എത്തണം. കാരണം അത്രയും തിരക്കുണ്ട് അത്യാവശ്യം. പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കട്ടെ. എനിക്ക് മുഴുവനായിട്ടൊരു ഫോട്ടോ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ സദ്യയുടെ. പക്ഷേ മെയിൻ സാധനം നമ്മുടെ ഇഞ്ചിപ്പുളി, അതൊക്കെ ലാസ്റ്റ് ആട്ടോ വന്നത്. ചോറ് കഴിച്ച് കഴിയാനായിട്ട് ഇഞ്ചിപ്പുളിയൊക്കെ വന്നത്. പിന്നെ ഞാൻ അച്ചാറും ഇഞ്ചിപ്പുളിയൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ പരിപ്പും അങ്ങനെ എന്തോ പറഞ്ഞു. പിന്നെ അതൊന്നും മേടിച്ചില്ല. പിന്നെ വെറുതെ വേണ്ടാണ്ട് കുറേ മേടിച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ വേഗം കഴിച്ചു കേട്ടോ. ഷെയ്ഖുമോൾ എണീറ്റു. എൻ്റെ കഴിച്ച് കഴിയൽ ഷെയ്ഖുമോൾ എണീക്കലും. പിന്നെ ആനയെ കയ്യേറ്റി കഴുകി പാട്ടോട്
അപ്പം ഇതാ ഹാനിയുടെ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടാ. എനിക്ക് വീട്ടിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞില്ല കരച്ചിൽ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അവൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഭയങ്കര ഹാപ്പിയാട്ടോ. വീട്ടിലേക്ക് പോകണമെന്ന് കറക്റ്റായിട്ട് മനസ്സിലായി പിന്നെ കരയാൻ തുടങ്ങും. അവിടെ എത്തി തൊട്ടിയിലൊന്ന് റംഷി ആട്ടി ഉറക്കണ വരെ കാര്യമിട്ടാ. അതിനിപ്പോഴും തൊട്ടിയിലാട്ട കിടക്കുക. എന്നാലാണ് നമുക്കൊരു സമാധാനത്തിൽ കുറച്ച് ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഭയങ്കര വാശി ഉറങ്ങാണ്ട് കാര്യമിട്ടാ. ഇതിലിട്ട് 2 ആട്ടാട്ടിയ പിന്നെ ആൾ നന്നായി ഉറങ്ങും. പോണ വഴിക്കൊക്കെ കടകളിലൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ, ചെണ്ടുമല്ലി വെച്ചിട്ട് നല്ല രസമുണ്ട്. അപ്പം അതിങ്ങനെ വീഡിയോ എടുത്താൽ അതുപോലെ പൂക്കളുടെ കടകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് വീഡിയോസ് എടുത്താൽ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മൾ അവിടെ നിന്ന് പിന്നെ ഫുഡ് കഴിച്ചു, അവിടെ നിന്ന് പിന്നെ വേഗം ഇറങ്ങിയിട്ടാ. അവിടെ ഭയങ്കര തിരക്കാണ്, ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ പാർസലും കൊണ്ടുപോണ്ട് റംഷി പാർസലാക്കിയിട്ട് റംഷി മേടിച്ചിട്ട് വരാമെന്നാട്ടോ പറഞ്ഞു. വേണ്ട എനിക്ക് അവിടെ തന്നെ പോയി കഴിക്കണം പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ വന്നാട്ടാ. പിന്നെ വേറെ എവിടേക്കും പോയില്ല, കാരണം റംഷിക്ക് 3:30ക്ക് ജിമ്മുണ്ട്. അപ്പോൾ നമ്മൾ 2 മണി 2:30 ആകുമ്പോഴേക്കും വീടെത്തിയിട്ടാണ്. ആനയുടെ സ്ഥിരം പല്ലവി തുടങ്ങി ഗേസ്. വീട്ടിലേക്ക് പോകണ്ട ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അതാ നമ്മളെത്താറായിട്ടാ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. ഒരു ഓണത്തിൻ്റെ ചെറിയൊരു പരിപാടി അത്ര. എല്ലാ ഓണത്തിനും ഇങ്ങനെ സദ്യ കഴിക്കാൻ പോകണം അങ്ങനെ വിചാരിക്കും, പക്ഷെ നടന്നിട്ടില്ല. ഒരു പ്രാവശ്യം ഹാനിയാന് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് അങ്ങനെ എന്തോ ഒരു പ്രാവശ്യം നമ്മൾ സദ്യ ഇങ്ങനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഓർഡർ ആക്കിയിട്ട് വീട്ടിൽ വന്ന് കഴിച്ചിട്ടുണ്ട്. അതാകുമ്പോൾ സമാധാനത്തിൽ കഴിക്കുക. ഇതിപ്പോൾ ഷെയ്ക്കുമ്പോൾ ഉറങ്ങിയതുകൊണ്ട് എനിക്കൊന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടാ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ വീഡിയോ എടുക്കലോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ, നമുക്ക് പിന്നീട് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് രസമായിട്ടാണ് തോന്നുക. എനിക്ക് ആദ്യമുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ ഭയങ്കര രസമാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. പിന്നെ കുട്ടികളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഇതിൽ ആഡാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ റംഷി ഗേറ്റൊക്കെ തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് പോവുക കേട്ടോ. ഹാനി ഉറങ്ങണ വരെ ഇനി കരഞ്ഞുകൊണ്ടിരിക്കും, അത് സ്ഥിരമാണ് കേട്ടോ. പിന്നെ ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്ന ഒരു ലൈക്കും ഷെയറും കമൻറ്റ് സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ കുട്ടീസിൻ്റെ ഡ്രസ്സ് ഇഷ്ടമായോ എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടോ ഗെയ്സ്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷം. പിന്നെ ഇനിയിപ്പോൾ കുറച്ചുകൂടി വോയിസ് കൊടുക്കാണ്ട് എന്താ പറയാവട്ടെ ഞാൻ ആലോചിക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.